മുന്നിലുണ്ടായിരുന്നെങ്കിൽ ഇവരെങ്ങനെ എന്നെക്കാട്ടി മുമ്പ് ചാവുന്ന തന്നെ ഒരിതാണ്, ഒരത്ഭുതമാണ്. ISS-ഉം EA-യും ചുമ്മാ വന്ന് എന്നെ കൊന്നിട്ട് പോകാറുണ്ട്. അവന്മാര് സൂയവും മറ്റേ ബെയിനും ഏഞ്ചല്. അവൻ മറ്റേ മിൻസീനെ കണ്ടിട്ട് സൂയ എടുത്തതാണ്, എന്നിട്ട് ബ്രോൺസ് പോയി. അടിപൊളി. അതൊക്കെ സ്കില്ലാണ്. ഞാൻ സ്റ്റാർലൈറ്റ് എടുത്തട. ഹാരിത്ത് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ആ സ്കിന്ന് വെച്ച് കളിക്കാൻ പറ്റണില്ല. ഇന്ന് സ്റ്റാർലൈറ്റ് ഒന്നുമില്ലേ പുതിയ? സമയമാണ് എനിക്കൊരു സമയൻ്റെ ഒരു നടിയുടെ വട്ടന്മാര് വരും. എടാ നീ ലാസ്റ്റ് വീക്കിലെ ബെല്ലറിക്ക, അറ്റ്ലസ, ഇക്ക അങ്ങനെ AOE സ്റ്റണ്ണുള്ള ഏതെങ്കിലും ഹീറോ മറ്റേ സൂയനെ കളഞ്ഞു. എടാ ഞാൻ ഗൂശായി പ്ലാൻ ചെയ്തു സൂയു കാണിയത്. അവൻ ഗൂസ്യം കാണിച്ചിട്ട് വേനാക്കിയോണ്ട് ഇനി അവൻ അടിയാക്കും. പോടാ നീതി കളിക്കുന്നുണ്ട്. ഇന്ത്യ റാങ്ക് പ്ലെയർ കളിച്ചാൽ മതി. ഒന്നും കാര്യാക്കണ്ട, ഇവൻ നിന്റെ കൂടെ റൊട്ടേറ്റ് ചെയ്തില്ലെങ്കിൽ തോറ്റ്. മാറ്റിയാല് കളി തോറ്റിനെ. ഇവ റൊട്ടേറ്റ് ചെയ്യുമെങ്കിൽ കുഴപ്പമില്ല, ഇവ റൊട്ടേറ്റ് ചെയ്യൂല. വേണ്ട. മിൻസിയ ഈ സുമ്മയ്ക്ക് മിൻസിത്താർ എന്തരാണ് പണിയെന്നവർക്കൊന്നും അറിഞ്ഞൂടാ. വാലറാണെന്ന് പണിയാക്കും. ഇത് ജയിക്കൂടാ, പക്ഷെ അവന്മാർക്ക് ഡാമേജും ഫ്രണ്ട് ലൈനും ഒന്നുമില്ല. ഇവനെ കൊന്നാ മതി, ഫ്രണ്ടിനെ കൊന്നാ മതി, തീർന്നു നമ്മളെ. ജൂലിയൻ തന്നെ പോയിക്കോ, ഡാമേജ് ആവും നല്ലോണം. നമ്മള് ഫെഡാക്കി തരാൻ നോക്കാം. നമ്മളെടുക്കാം, ഈ ബാക്കി ചെയ്താൽ മതി. ഓക്കെ സെറ്റ്. എനിക്കൊരു 3 ഐറ്റം ആവണം, എന്നാ പൊളിക്കാം. അവന്റെ ഡാഷ് കളഞ്ഞ അവനെയും കൊല്ലാം, നീ പേടിക്കൊന്നും വേണ്ട. അവന്മാര് ലേറ്റ് ഗെയിം കളിയാണ് നോക്കണത്. എന്തോന്നിയേ ഫ്രെഡറിനെ ഈച്ച അടിച്ചു കൊണ്ടാണ് പോയി. അവരാദ്യമേ പൂട്ടണം, അല്ലെങ്കിൽ പണിയാണ്. അവസ്ഥ നല്ല വിക്കാണ് ഫ്രണ്ടിന്. ചാവാതിരുന്ന ആൾട്ടില് ഞാൻ വാലറൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇവനധികം ചെയ്യാൻ പറ്റൂല. കൗണ്ടർ ചെയ്യാൻ ലൈവ് ഉണ്ടല്ലോ. വാലറിനെ ഇവൻ പിടിക്കണം, എനിക്ക് ബാക്കത് പിടിക്കണം. ചെറിയ ഞാൻ കൊല്ലാം.
എടാ ഗ്യാപ്പ് നീ ഉണ്ടാക്കണോടാ, നമുക്ക് തരാനൊന്നും പറ്റൂല. വാഗർ തള്ളിക്കളഞ്ഞ മറ്റേ കാര്യം അത് തന്നെ അവരെ തള്ളല് നീയൊക്കെ വെയിറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഇനി ഞാൻ നോക്കാം, അതവൻ വെയിറ്റ് ശ്രമിക്കാം. ചെയ്യുന്നു. അതവൻ ചെയ്യുന്നു. എടാ നീ ശ്രമിക്കാം. ധൈര്യമായിട്ട് ഫൈറ്റ് ചെയ്തോട്ടാ, കുറച്ച് ലോ എച്ച് പി ആവട്ടെ, അന്നേരം അവൻ അഹങ്കാരത്തോടെ വരും. ആ സോറേനെ നീ വെയിറ്റ് ചെയ്, ഹെൽത്ത് ഒക്കെ കുറച്ച് പോയി നീ. ഓക്കെ. ആ അവൻ ഫസ്റ്റ് സ്കില്ല് വെച്ച്. എടാ ഏഞ്ചല കണ്ടെണ്ണം അവൻ തിരിച്ചു നടക്കട്ടെ. ഓക്കെ, അവൻ തുള്ളി തുള്ളി പിന്നെ ഫ്ലിക്കറിടും. എടാ എടാ ഏഞ്ചൽ ഇതാടാ, ഏഞ്ചൽ ഇതാ. കിട്ടിയാ പിടിയാ. എടാ ഇവിടെ ഇവന് ഇതാ, റെഡ് റെഡിനെ ഇൻവൈഡ് ചെയ്യണം. വാടാ വാടാ അതിപ്പോ ലെവൽ 3 ആവും. ഓടിക്കാം. ബാക്കറങ്ങല്ലേ ഫൈറ്ററിനെ എടുത്തോ, ലെവൽ 3 ആയി. റെഡിനെ അപ്പുറം ഓടിയടാ. ഇവനെ എടുത്തോ. എല്ലാമുള്ള ആട് പോയി. ഈ കുണ്ണ വേവ് എടുത്തറ എന്റെ. ആ കൊണ്ടിട്ടില്ല. എടാ ഇവ അഹങ്കാരമുള്ളവനാണ്, ഇവൻ എന്തായാലും വരും ക്യാമ്പയിന് പിടിക്കാൻ. താഴെ പോയിട്ട് വരെ ഇവൻ ലെസ്ലി ഇവനെ ഇത് സോൺ ചെയ്യുന്നുണ്ട്. അവനെ ഇറക്കി തരാം വെയിറ്റ് ചെയ്യും. ഇനിയും വരും. ചത്ത് ഞാൻ ചത്ത്. നീ എങ്ങനെ വലിയറിന്റെ ബേൺ. അവനെ എടുത്ത് ഇത്ര പെട്ടെന്ന്. ഇവനോടൊക്കെ സ്ലോ ആയിരുന്നു ലെവൽ 4. ഇവന്റെ അത്ര അൾട്ട് കളഞ്ഞ സോറ. ഓക്കെ. അവയൊന്നുമില്ല. ഇറങ്ങിക്കോ. എന്റെ വേവ് എടുക്കലാണ് ഇവൻ. നീ എവന് മാത്രം ഗ്യാങ് കൊടുക്കും, വേൾഡേ നോക്കണ്ട. അവൻ ലെവൽ 2 ആടാ. ഇത്രയേരുണ്ട് പോകുന്നവരെ. ടവർ കിട്ടിയ ഇവൻ ഫെഡാണ്. ഇവനെ സപ്പോർട്ട് ചെയ്ത ഇവൻ കളി ചെയ്യിപ്പിച്ചോളും. അഭിസ് മിഡേ, ഞാൻ താഴെ പോണു. ഞാൻ അവന്റെ അൾട്ടിപ്പ കയ്യ. ക്രാബ് തീർക്കാം, ലെവൽ 6 ആവും. അവന് വാല്യൂ നടത്തില്ലേ? ഇവിടെ ഇവൻ വരുന്ന ഫ്രെഡറിന് വരുന്ന സൈഡിൽ നിന്ന്. ഓടിക്കോ. അവന്റെ അൾട്ട് വരും ഇപ്പൊ. ഈ താമസം എന്തോന്ന് മയില് കാണിക്കണ കുന്ന. 1 മണിക്കൂറായിട്ട് അവൻ എൻഗേജ് ചെയ്യാൻ. എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വരാൻ പറ്റൂലേ? ഇനി ആരും ഇല്ലടാ, നമ്മള് രണ്ടാളാ. ഒരിക്കലും കൂടെ സ്കില്ല് വന്നാല് ഒരു സെക്കൻഡ് ലേറ്റ്. ആരടുത്ത് പറയണോ? ഞാൻ നീ മാത്രമേ നോക്കി കളിക്കണുള്ളൂ. അവൻ അൾട്ട് ഉണ്ടാവും. നീ അൾട്ട് വെയിറ്റ്. അൾട്ട് യൂസ് ചെയ്തു. ഇവൻ അൾട്ട് ഇട്ട് ഏഞ്ചല.
ഓടിക്കാം. എന്തെങ്കിലും കളിട്ട് കഴിയും. അടവ് അൾട്ടിട്ട് രണ്ടും അൾട്ടിട്ട് ഒരടിയും കൂടി കൊടുക്കല്ലേ. ഓക്കെ, പിടിച്ച പോണ് മുത്തേ, ചേട്ടാ ഇവിടെ നിക്കല്ലേ. ഇവിടെ ബാക്കില് ഓടിടാ പോയി. തള്ളി വാട്ടി. ഇവിടെ പോണ് മുത്തേ. ഇവന്റെ ഫോണല്ല ലെസ്ലി ഫ്ലിക്കർ ഇല്ലാത്തത്. ഇപ്പം പോയാലും കിട്ടും. പോവാ. അവൻ 1 മിനിറ്റ് കൂടെ ഫ്ലിക്കറില്ല. അവനെ പിടിക്കണം നീ. പക്ഷെ ഞാൻ വീട്ടിൽ പുഷ് ചെയ്യാമേ. ലെസ്ലി കണ്ടു. നമുക്ക് വീട്ടിൽ പുഷ് കണ്ടറാ, അവൻ പോയി, അവൻ കണ്ടിരോ. അവിടെ ഒന്നും കിട്ടൂല. ഒന്ന് ക്ലിയർ ആക്കിയ ഇവിടെ ഉണ്ടായിന. എങ്ങോടാ അവനോട് എത്തിയേ ഫ്ലിക്കർ ഇട്ടതാ. ഓടിക്കേ. ലൈല ഭയങ്കര അടുത്ത് വെക്കുന്നത്. താമസാങ്കില് കാണൂല്ല ഇവിടെ ഉള്ള. സോറ കണ്ടിട്ടെ താമസം 031. അവന്റെ പേര് 4V ടോപ്പ്. അവൻ ബോട്ടാണ്. 4VT ബോട്ടാണ്. ഇങ്ങനെ നോക്കണ ഇവനെ വിളിച്ചു പോയാൽ അഹങ്കാരിയാണ്. സോറ എന്തായാലും അഗ്രസീവായിട്ട് കളിക്കും. കറക്റ്റ് ഫോക്കസ് ചെയ്യേ. ഓടിക്കോ. അപ്പൊ ശരി പോയി. എനിക്ക് ഹെൽത്ത് ഇല്ല. ലൈല ഇടയ്ക്കേടെ നേരത്തെ അവിടെ ആരെയും കിട്ടിയില്ലേ. ഫൈറ്റിലുണ്ടായ വാർത്ത ലൈല എവിടുന്നോ ചത്ത്. താമസം കിടക്കി വഴിയേ വന്നിട്ട് ലെസ്ലിനെ എടാ, മിഡ് കിട്ടൂല. ലെസ്ലിനെ കിട്ടൂല. നമ്മളെ ജയിക്കണം. ലൈല അങ്ങനെയാണ് കളിക്കാറിഞ്ഞൂടാത്ത. ലൈല പോയി ചാവാതിരുന്നാ മതി. അവൻ നല്ലതുപോലെ കളിക്കണ്ട. ചാവാതിരുന്നാ മതി. അതല്ലേ പ്രശ്നം, ചാവും. നിങ്ങളെ പേര് കണ്ടാ അറിയാം ചാവും. കിട്ടും. ഇവൻ അൾട്ടിട്ട് വന്നേക്കല്. അൾട്ടിട്ട് ഓടിക്കാതെ 2 അൾട്ട് വിട്ട് വാ. ഞാനോടിയേ ഭയങ്കര ലോ. വാലർ തന്നെ ചേസ്. നീ ഇറങ്ങിയേ പറ്റൂ. പക്ഷേ സെക്കൻഡ് സ്കില്ല് ഇടാൻ ഗ്യാപ്പ് കിട്ടിയില്ല. വേണ്ടത്രയും കാണിച്ച് കണ്ടത്. അവനെ കണ്ടിട്ടാക്കിയതാ. അപ്പുറം ലെസ്റ്റ് വരുന്നുണ്ട്, അതാണ് ഒരു പ്രശ്നം. ലെസ്ലി അത്ത് എടാ അവരെ കെട്ടി. ഇനി പ്രശ്നമില്ല. ഇനി ഇത് പുഷ് ചെയ്യാലോ. ഇന്നലത്തെ ആ ജൂലിയൻ്റെ കളിയൊന്നും ഇന്ന് കിട്ടുന്നില്ല. ഒരാൾ കിടന്നാ മതി. ഇന്നലത്തെ അത് കണ്ടില്ല. വരും ആ ദുഷ്യൻ്റെ ആൾട്ടിന്നും എല്ലാത്തിനും എസ്കേപ്പ് ആയതൊക്കെ. റെഡിൽ പോയാൽ സോറയെ കിട്ടും. സോറ അതായി പഠിക്കണം. ചാവൂല പ്രശ്നം. ലെസ്ലി നമ്മളെ താമസം എവിടെയാണ്? നമ്മളെ എമ്മൊക്കെ ബോട്ടമ്പ് കിടന്നു. മീനയാക്ക് അല്ല, മീനയെ കിട്ടില്ല. എന്നിട്ടാ മൈരൻ ടവർ പോലും എടുത്തില്ലടാ. പക്ഷെ അവിടെ ടവർ എടുത്തിട്ട് ചത്തെങ്കിലും കുഴപ്പമില്ല.
അങ്ങനെ അവിടെ ജംഗിള് നോക്കിയേക്കാല നമ്മള് ചാവാൻ വേണ്ടിട്ട്. ഞാൻ ടോപ്പ് ക്ലിയർ ചെയ്യാം. ഇതിന്റെ റേഞ്ചറിന്റെ അടുത്തുണ്ടാവും. അല്ലേ എനിക്ക് സുഖമായിട്ട് ഇതാക്കാം. ഞാൻ ഓ എസ്കേപ്പ് അവന് അല്ല എന്നെ കൊല്ലായിരുന്നോ? എല്ലാരും വരുന്നുണ്ട്, ലെഫ്റ്റേക്ക് വരുന്നുണ്ടോ? ഓക്കെ ഞാൻ ഇറങ്ങി ലെഫ്റ്റ് എവിടെയാണുള്ള? എഡ്രിനെ കൊല്ലാനാവില്ലടാ. നീ താമസം എടുത്തിട്ട് ഉളക്കളിയാണ്. വന്നാലല്ലേ പറ്റൂ. അടി ഇവനെ കിട്ടിയടാ. ഫ്രെഡ് വരണം. ഓ പോയി. സ്റ്റണ്ണ് വലിയ എല്ലാ ഫൈറ്റും 3v5 ആണ്. എല്ലാ ഫൈറ്റും ഇവനെന്ത് അടുത്തു പോവും, നിക്കറിട്ട് ബാക്കോട്ട് പോവും, ആദ്യം അടുത്തു പോവും. അതാണ് ലൈലേന്റെ കളി. അവര് ലെസ്ലിക്ക് കളിക്കാൻ അറിയാം, നമുക്ക് ലൈലേനെ കളിക്കാൻ അറിയില്ല. ഇത്രേ ഉള്ളൂ. പിന്നെ താമസം വെറുതെ ഫൈറ്റും ആവണില്ലല്ലേ. ഗോൾ ഡിഫൻസ് അത്ര ഉണ്ട്. ഈ കുന്ന DHS വാങ്ങിച്ച ഫ്രെഡറിനെ കൊല്ലാം, പക്ഷെ അവൻ വാങ്ങിക്കൂല. വെറും മൈരനാണ് അവൻ. ഇവൻ വിൻഡ് വാങ്ങിച്ചേക്കണല്ലേ ശ്രീക്കെതിരെ. വെറുതെ അല്ല, ഡാമേജ് ഇല്ലാത്ത. ട്രൂ ഡാമേജ് ആയാലും എത്രയ്ക്ക് പിഞ്ച് വാങ്ങണ്ടെങ്കില് അത് വേറെ തന്നെ ഒരു കഴിവാണ്. ക്ലിക്കറിട്ടവൻ ഓ ലെസ്ലി വന്ന്. എടാ ഒരടിക്കാൻ കപ്പ. ഇവനൊന്ന് അറ്റാക്ക് ചെയ്യാത്ത. ബേസിന്റെ അകത്ത് കയറിയിട്ട് യൂസ് ചെയ്തു. ഇതൊക്കെ പ്രത്യേക ഒരു കഴിവ്. അങ്ങനെ ഇങ്ങനെയാണ് കില്ല് ബേസ് കൊണ്ടിട്ടാണ് ചത്ത. ഡിഫെൻഡായി ഏടാ ഇവരെ വിശ്വസിച്ചിട്ടാ. അല്ലടാ, മിന്നിൽ ഒരു മിനിറ്റേ ഉള്ളൂ. ബേസ് തീർത്തോണ്ട് രക്ഷപ്പെട്ട്. പോയി ലോഡ് എടുക്കാം. മര്യാദക്ക് ഈവെന്റ് ചെയ്യാനുള്ളത്. ഇത് കളി ചിലപ്പോ ഇവൻ വരുന്നതിന് മുമ്പ് ഫൈറ്റ് ചെയ്താൽ ലോഡ് എടുക്കുക. ഫുൾ ഡാമേജ് ഞാൻ ഏഞ്ചൽ വരുന്നതിന് മുമ്പ് ഫൈറ്റ് ചെയ്ത 8 സെക്കൻഡ് ഉണ്ട്. അവന്റെ ഒരു അൾട്ടിപ്പ് വരും. കൊണ്ട് ഈച്ചടിച്ച് കൊല്ലണം. ഏഞ്ചല വന്ന് ഇവൻ ഷട്ട് ഡൗൺ ആയി. എടാ ഓടിക്കോ മറ്റേ ഇവൻ വന്നാൽ അന്നെ അതിലേക്ക് കൊല്ലും. താമസിനെ ഇപ്പൊ അവിടുന്ന് കൊല്ലുവരും. ലെസ്ലി കണ്ടാല് കൊല്ലുവായിരുന്നു. കണ്ടില്ല. കണ്ടാൽ മിഡ് ഇതാക്കുന്നുണ്ട്. ടോപ്പ് പുഷാവുന്നുണ്ടാ. നമുക്കിത് ആക്കായിരുന്നു. അൾട്ടിട്ടെ കിട്ടുവോ? നോക്കെ വിട്ടെ. അതിന്റെ രണ്ടടിക്ക് ഡാമേജ് ആക്കുന്നുണ്ട്. അത് രണ്ടെണ്ണം എന്തോ ലോഡ് കിട്ടി. അതിനിടയ്ക്ക് എന്തോ നടന്നല്ലേ, പക്ഷെ അവന് കളി പറ്റി. ബോട്ട അവിടെ മിനിയം വരുന്നുണ്ട്. എനിക്ക് ഇവൻ ഡിഫെൻഡ് ചെയ്യാൻ തോന്നുന്നില്ല. തോറ്റോ പൊട്ടി വന്ന് മീയാ. ഇന്നലെ ഒറ്റ ടീം ഫൈന് വന്നിട്ടുള്ള പരിപാടി.
ബേസിൻ്റെ അകത്ത് നിർത്തുന്നു. ലെസിലിനെ കൊന്ന അവസാനം. അവനെയൊക്കെ റിപ്പോർട്ട് ചെയ്യണം.